മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല വെള്ളാർമലയിലെ സ്കൂളാണിത്. ഈ വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ദൃശ്യമാണ് നമ്മൾ മറുകരയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാഗത്ത് കാണാം, ഈ സ്കൂളിന്റെ മൈതാനത്താണ് ഇപ്പോൾ നദി, ഉരുൾപൊട്ടലുണ്ടായി കുതിച്ചൊഴുകുന്ന ഈ നദി ഇപ്പോൾ ഒഴുകുന്നത്, ഗതിമാറി ഒഴുകുന്നത്. ആ ഭാഗത്ത് നിരവധി മരങ്ങളും കല്ലുകളും വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് അല്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചത്തിൽ അല്പം മുൻപോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുഭാഗത്തായി ഈ നിരവധി മരങ്ങൾ കടപുഴങ്ങി കിടക്കുന്നത് കാണാം. ആ ഭാഗത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇന്നലെ വളരെ ഊർജിതമായി നടന്നിരുന്നു. അതായത് ആദ്യത്തെ ദിവസം, ഈ ദുരന്തമുണ്ടായ ദിവസം ആ ഭാഗത്ത് നിറയെ മരങ്ങളും കല്ലുകളും എല്ലാം തന്നെ കണ്ടിരുന്നു. അതായത് നമുക്ക് ഈ കെട്ടിടത്തിന് സമീപത്ത് ഉള്ള ഈ തെങ്ങിന് മുമ്പിലുള്ള ആ വീട് കാണാം. ആ വീടിന് മുൻപിലെ തെങ്ങിന് ചുവട്ടിൽ നിറയെ മരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതായത് അന്ന് ദുരന്തമുണ്ടായ സമയത്ത് അതിലെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. നിരവധി മരങ്ങൾ വന്ന് മൂടിയ ഒരു ഭാഗമായിരുന്നു. നമ്മൾ തുടക്കത്തിൽ ഈ ദുരന്തമുണ്ടായ ദിവസം ആ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഈ മരങ്ങൾക്ക് അടിയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അന്ന് വളരെ ഊർജിതമായാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ ഭാഗത്തു നിന്ന് ഈ മരങ്ങളെല്ലാം JCB ഉപയോഗിച്ച് മാറ്റി മരങ്ങൾ മാറ്റിയതിനു ശേഷം അതിലെ ഒരു വഴി മുണ്ടക്കൈയിലേക്കുണ്ടായിരുന്നു. ഇതായിരുന്നു മുണ്ടക്കൈയിലെ പഴയ വഴി. ഈ വഴിയിലൂടെ മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് കടക്കുന്ന പ്രധാന റോഡും ഒപ്പം പുഞ്ചിരിമട്ടത്തേക്കുള്ള വഴികളുമായിരുന്നു. പുഞ്ചിരിമട്ടത്തിന് പിന്നാലെയാണ് ആ എതിർവശത്ത് തേയിലത്തോട്ടത്തിനുള്ളിൽ കാണുന്ന തേയില ഫാക്ടറി. ആ തേയില ഫാക്ടറിയുടെ സമീപവും വീടുകളുണ്ടായിരുന്നു. ആ തേയില ഫാക്ടറിയുടെ പിൻഭാഗത്തായിട്ടായിരുന്നു നിരവധി വീടുകൾ ഉണ്ടായിരുന്നത്. ആ മുകൾ ഭാഗത്ത് കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്താണ് മുണ്ടക്കൈ മലയുടെ താഴ്വാരം. മുണ്ടക്കൈ മലയുടെ താഴെയുള്ള പുഞ്ചിരിമട്ടം എന്ന സ്ഥലം. പുഞ്ചിരിമട്ടത്തെ പുഞ്ചിരിമട്ടത്തെ പള്ളി, അതുപോലെ തന്നെ അമ്പലം, ആ ഭാഗത്തുണ്ടായിരുന്ന മദ്രസ, നിരവധി വീടുകൾ. ഇന്നലെ സുദേവന്റെ വീട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. സമീപത്തെ സുബ്രഹ്മണ്യന്റെ വീട്ടിലെ ആളുകളെ കാണാതായിട്ടുണ്ട്. ആ മേഖലയിലുള്ള ആലിക്കുട്ടി, അതുപോലെ തന്നെ ഹസൻ തുടങ്ങിയ ആളുകളെ കണ്ടിട്ടില്ല. തുടങ്ങിയവർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുകൂടി, അതായത് ഈ ഫാക്ടറിയുടെ സമീപത്തുള്ള തേയിലത്തോട്ടത്തിലൂടെ ഉള്ള സമാന്തര റോഡിലൂടെ ഇറങ്ങിയാലാണ് ഈ ഭാഗത്തെ മുണ്ടക്കൈയിലേക്കുള്ള പ്രധാന റോഡ് എത്തുക. ആ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.